ചില ആളുകൾ പറയുന്നത് കേൾക്കാം, കുറേ കാലമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് വീട്ടിൽ നിന്നും വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ യാതൊരു മാറ്റവും കാണുന്നില്ല. അതായത് മസിൽസിൽ യാതൊരു ഡെവലപ്മെൻറ്റും കാണുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ പറയാറുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ഇടയ്ക്കിടെ ഇഞ്ചുറി വരുന്നുണ്ട്, ബാക്ക് പെയിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നെക്ക് പെയിന്, ഷോൾഡർ പെയിൻ, ഇതൊക്കെ ഇടയ്ക്കിടെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജിമ്മിലായാലും വീട്ടിലായാലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ചില മിസ്റ്റേക്സുകൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തെല്ലാം വരുത്തുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ബിഗിനേഴ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറിയിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്ന റിസൾട്ട് എന്താണ് നമ്മുടെ ഗോൾ, അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് മസിൽസ് ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആണോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണോ, എന്താണോ ഗോൾ, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്സ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ദിസ് ഈസ് ബിബിൻ, യു വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. നമ്പർ 1, ഓവർ ട്രെയിനിങ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിലധികം വ്യായാമം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്, അതായത് അവർ വിചാരിച്ചതിനേക്കാളും നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ബിഗിനേഴ്സ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന മറ്റാളുകളെ അനുകരിക്കുന്നത് കാണാറുണ്ട്. ഉദാഹരണത്തിന് അവരെത്രയാണോ വെയിറ്റ് ഉയർത്തുന്നത് അത് ഉയർത്താൻ വേണ്ടി ശ്രമിക്കും, അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അതേപോലെ പകർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും, ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ തന്നെ പല ബിഗിനേഴ്സിലും കാണുന്ന ഒരു പ്രശ്നമാണ്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടലി ചിലപ്പോൾ 3 സെറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ്സ് മുതൽ പാർട്ട്നേഴ്സിൻ്റെ സപ്പോർട്ട് വാങ്ങും, എന്നിട്ട് മാക്സിമം വെയിറ്റ് ഉയർത്താൻ വേണ്ടി ശ്രമിക്കും. ഇത് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ഒരു വലിയ കാരണമായിട്ട് മാറും. വെയിറ്റ് ട്രെയിനിങ്ങിൽ എപ്പോഴും ഒരു നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പ്രോഗ്രസീവ് ഓവർലോഡ് മെത്തേഡാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ആയിട്ട് വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും ലോഡും കൂട്ടുക. ഓവർ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഞ്ചുറി തന്നെയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും എന്നുള്ളതാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓവർ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനോട് മടുപ്പ് തോന്നും, നമ്മൾ വർക്കൗട്ട് അവസാനിപ്പിക്കും. രണ്ടാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നോ വാം അപ്പ് ആൻഡ് കൂളിംഗ് ഡൗൺ. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നേരെ ജിമ്മിലേക്ക് വരും, വാമപ്പ് ഒന്നും ചെയ്യാതെ നേരെ വർക്കൗട്ടിലേക്ക് പോകും. ഇതുകൊണ്ടാണ് പല ആളുകൾക്കും പെട്ടെന്ന് ഇഞ്ചുറി വരുന്നത്. ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വാമപ്പ് ചെയ്യണം. വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനറൽ വാമിംഗ് അപ്പും വേണം, അതുപോലെ തന്നെ സ്പെസിഫിക് വാമിംഗ് അപ്പും വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന എക്സസൈസുകളിലെ ചെറുതായിട്ട് ജമ്പ് ചെയ്യുക, ഹൈനീസ് ചെയ്യുക, ജമ്പിങ് ജാക്സ് ചെയ്യുക, ചെറുതായിട്ട് പുഷപ്സ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ജനറൽ വാമിംഗ് അപ്പിലാണ് വരുന്നത്. സ്പെസിഫിക് വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബോഡി പാർട്ടിനാണോ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ലെഗിനാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ വാമപ്പ് കഴിഞ്ഞതിന് ശേഷം സ്പെസിഫിക് ആയിട്ട് ലെഗിനെ അല്ലെങ്കിൽ ലെഗ് മസിൽസിനെ ആക്റ്റീവ് ആക്കുന്ന തരത്തിലുള്ള വാമപ്പുകൾ ചെയ്യേണ്ടതാണ്. ഉദാഹരണം നിങ്ങൾക്ക് സ്ക്വാട്സ് ചെയ്യാം, ലഞ്ചസ് ചെയ്യാം, അതുപോലെ തന്നെ വാൾ സിറ്റ് ഹോൾഡിംഗ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്പെസിഫിക് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ലെഗ് മസിൽസിനുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ബൈസെപ്സിനാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നോർമൽ വാമപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പുഷപ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റിവേഴ്സ് ഹോൾഡിങ്ങിനുള്ള പുള്ളപ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ വെയിറ്റ് ഇട്ടുകൊണ്ട് ബൈസെപ്സ് കേൾസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മസിൽ ഗ്രൂപ്പിനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു വാംസ് ഒക്കെ ഇപ്പം പല ആളുകളും ചെയ്യാറുണ്ട്, പല ആൾക്കും അതിനെപ്പറ്റി അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും കൂളിംഗ് ഡൗൺ ചെയ്യാറില്ല. കൂളിംഗ് ഡൗൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു വർക്കൗട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ടെമ്പറേച്ചറിൽ മാറ്റം വന്നിട്ടുണ്ടാകും, ഹാർട്ട് ബീറ്റിൽ മാറ്റം വന്നിട്ടുണ്ടാകും, ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. ഇതിനെ നോർമൽ അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ചെറിയ വ്യായാമങ്ങളാണ് കൂളിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടത് ഡൈനാമിക് സ്ട്രെച്ചസ് ആണ്. അതായത് മൂവ്മെൻറ്റോട് കൂടിയുള്ള സ്ട്രെച്ചിങ്. നമ്മൾ കൈ കറക്കുന്നതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ്. നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാറില്ലേ, അത്തരം സ്ട്രെച്ചിങ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് സ്റ്റിക്കിംഗ് ദ സെയിം വർക്കൗട്ട്. വർക്കൗട്ടിൽ യാതൊരു മാറ്റവും വരുത്താതിരിക്കുക. ഇത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും വന്നിട്ട് ഒരേ തരത്തിലുള്ള വർക്കൗട്ടിനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പൊതുവെ കാണുന്നത് കുറവാണ്, എങ്കിലും ചില ആളുകൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ രീതിയിലുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അതായത് എന്ന് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, അപ്പം ജിമ്മിലൊക്കെ പോകുന്നത് 4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും, എന്നിട്ടും വർക്കൗട്ടിൽ യാതൊരു മാറ്റവുമില്ല. അതായത് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ആണെങ്കിൽ ബൈസെപ്സ് കേള്, ഹാമർ കേള്, പ്രീച്ചർ കേള്, ഇത് മാത്രം ചെയ്തുകൊണ്ടേയിരിക്കും, യാതൊരു മാറ്റവും വരത്തില്ല. ജിമ്മ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ
ബൈസെപ്സിനാണെങ്കിലും ട്രൈസെപ്സിനാണെങ്കിലും ഇപ്പം ബാക്ക് മസിൽസിനാണെങ്കിലും ചെസ്റ്റ് മസിൽസിനാണെങ്കിലും ഒരേ വർക്കൗട്ട് ആയിരിക്കും. അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് പലർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങളൊരു 4 വീക്സിൻ്റെ സ്കെഡ്യൂൾ തയ്യാറാക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. വർക്കൗട്ട് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ ടെക്നിക്സ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ പരമാവധി മറ്റ് വീഡിയോകൾ കണ്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് സെറ്റ് ചെയ്യാതിരിക്കുക. ട്രെയിനറുടെ സഹായം തേടുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബിഗിനേഴ്സിനോടാണ് ഞാൻ ഈ പറയുന്നത്. നമ്പർ 4, നോട്ട് ടേക്കിംഗ് ടൈം ടു റെസ്റ്റ് ആൻഡ് റിക്കവറി. ഒരു വർക്കൗട്ടിൻ്റെ റിസൾട്ട് കറക്റ്റ് ലഭിക്കാനും ഇഞ്ചുറി പരമാവധി ഒഴിവാക്കാനും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയായ ഉറക്കം എന്ന് പറയുന്നത്. ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നല്ലൊരു റെസ്റ്റ് നിങ്ങൾ ശരീരത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മസിൽസിനൊക്കെ റിക്കവറി കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക് പോവുകയുള്ളൂ, അതുപോലെ തന്നെ ഇഞ്ചുറി പരമാവധി ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. നിങ്ങൾ വെള്ളം പരമാവധി കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മസിൽസിന് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, മസിൽ ക്രാമ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് ഫോളോ എ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഭക്ഷണം കുറയ്ക്കുക എന്നതാണ്. ഡയറ്റ് ഒരിക്കലും, അല്ലെങ്കിൽ ശരിയായ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഭക്ഷണം കുറയ്ക്കുകയല്ല. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്, എത്ര ഗ്രാം ഫാറ്റ്, മറ്റ് വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ എത്ര വേണം, ഇതിൻ്റെ ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് ഒരു ശരിയായ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പല ആളുകളും വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തെറ്റായ ഒരു രീതിയാണ്. നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ്, നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട്, ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതിൽ തന്നെ ആഡഡ് ഷുഗർ പരമാവധി ഒഴിവാക്കുക. ഉദാഹരണത്തിന് കേക്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ളത്, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഉദാഹരണത്തിന് ബേക്കറി പലഹാരങ്ങൾ, ജങ്ക് ഫുഡ്സ് പോലുള്ള പിസ്സ, ബർഗേഴ്സ് പോലുള്ളത്, ഇതെല്ലാം പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നിവ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഈ വീഡിയോ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സ് അതുപോലെ തന്നെ ലേഡീസിനെയാണ്. ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്സുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറി പരമാവധി അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി വിപിൻ, സൈനിങ് ഓഫ്.